അത്തംപത്ത് രുചിയിൽ ഇന്ന് പുളിഞ്ചിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന് ചോതിനാളാണ്. അപ്പോൾ പുളിഞ്ചിക്ക് നമ്മൾ പുളിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്ത് അതൊന്ന് തിളച്ച് വരാനാവും കേട്ടോ. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ മധുരത്തിനനുസരിച്ച് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഉഴുന്നൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നോക്കിയതാണ്. സംഭവം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഞാനൊരു സമയമൊക്കെ ആയപ്പോഴേക്ക്. പിന്നെ ഞാൻ ഉഴുന്നൊക്കെ ഒന്ന് വറുത്തെടുത്ത് ഈ ഒരു കളറാക്കി എടുക്കണം, നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അത് പൊടിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ തിളച്ച് വരുന്ന ഏകദേശം കുറുകി വരാനായിട്ടുണ്ട്. അതിലേക്ക് ഈ ഉഴുന്നിൻ്റെ പൊടി അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കട്ടയില്ലാതെ ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നല്ലോണം കുറുകിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കടുകും ഇട്ടിട്ടാണ് കേട്ടോ വറവിടുന്നത്. അത് നമ്മളിതിൽ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്.